കുരുന്നുകൾക്ക് വിസ്മയ കാഴ്ചയൊരുക്കി കോഴഞ്ചേരി ഗവൺമെന്റ് HS സ്കൂളിലെ സൂര്യകാന്തിത്തോട്ടം. ജൈവ സൗഖ്യ ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയുടെ ഭാഗമായാണ് സ്കൂളിൽ തോട്ടം ഒരുക്കിയിരിക്കുന്നത്. സൂര്യകാന്തി പൂന്തോട്ടം ഒരുക്കിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ്. BRCയും ഓട്ടിസം സെന്ററും ചേർന്ന ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ പുരോഗതിയും മാനസിക സന്തോഷവും മുന്നിൽ കണ്ടാണ് പൂന്തോട്ടം നിർമ്മിച്ചത്. നമുക്ക് ആ പൂന്തോട്ടം ഒന്ന് കണ്ടുവരാം. സമഗ്ര ശിക്ഷ കേരളവും ഭാരഭവനും സംയുക്തമായാണ് സൂര്യകാന്തിത്തോട്ടം നിർമ്മിച്ചത്. സംസ്ഥാനത്തെ മികച്ച ഭിന്നശേഷി അധ്യാപകയ്ക്കുള്ള അവാർഡ് നേടിയ പ്രിയ ടീച്ചർ തന്നെയാണ് പൂന്തോട്ടത്തിന് പിന്നിലും പ്രവർത്തിച്ചത്. ഇത് തുടക്കം ജൈവ സൗഖ്യം എന്ന് പറഞ്ഞൊരു പദ്ധതിയാണ് ഇപ്പം പത്തനംതിട്ട ജില്ലയിലെ സമഗ്ര ശിക്ഷ ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കോവിഡ് സമയത്ത് ഈ കുട്ടികളുടെ ഒരു 8 കുട്ടികളെ തിരഞ്ഞെടുത്ത് ഞാനാണ് അവരുടെ വീട്ടിൽ ആദ്യമായിട്ട് ഒരു 40 ഗ്രോ ബാഗും അതിനുള്ള സാധനങ്ങളും കൊടുത്ത് കുഞ്ഞുങ്ങളെ കൃഷിയിലേക്ക് കൊണ്ടുവരുന്നത്, ജൈവ കൃഷിയിലേക്ക് കൊണ്ടുവരുന്നത്. അതൊരു തെറാപ്പി എന്ന രീതിയിലാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തത്. ശരിക്കും അന്ന് ഈ കുട്ടികളുടെ പേരൻസുമായിട്ട് നമ്മൾ അഭിമുഖം നടത്തുമ്പോൾ, നമ്മൾ സംസാരിക്കുമ്പം പല പേരൻസും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ടീച്ചറെ സൂര്യൻ ഉദിച്ചു വരുന്ന പോലുള്ള വ്യത്യാസം എൻ്റെ കുട്ടിക്കുണ്ടെന്ന്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ വീട്ടിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറികൾ സ്കൂളിൽ കൊണ്ടുവരുമ്പോൾ ഏറ്റവും ബാക്കി നിൽക്കുന്ന കുഞ്ഞുങ്ങളെ മുന്നിൽ അസംബ്ലിക്ക് കൊണ്ടുവന്ന് അവരെ അനുമോദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു അവരെ മുഖ്യധാരയിലേക്ക് അവരെത്തുക. പിന്നെ എൻ്റെ ആദ്യം കൃഷി തുടങ്ങിയപ്പോൾ എൻ്റെ സ്കൂളിലെ ഒരു കുട്ടിയുണ്ടായിരുന്നു, ജസ്വിൻ ചാക്കോ. 3-4 വർഷം മുമ്പാണ്. അവൻ അന്ന് തൊട്ട് ഇന്ന് വരെ അവൻ കൃഷിയിലുണ്ട്. അവനാണ് കഴിഞ്ഞ വർഷത്തെ ഉജ്ജ്വല ബാലപുരസ്കാരം കിട്ടിയത്. അതും കൃഷിയിലൂടെ കിട്ടിയതാണ് ഉജ്ജ്വല ബാലപുരസ്കാരം. BRC സെന്ററിലെയും കോഴഞ്ചേരി സ്കൂളിലെ 15ഓളം കുട്ടികൾക്കുമാണ് ജൈവ സൗഖ്യ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി നൽകുന്നത്. കുരുന്നുകളുടെ മാത്രമല്ല ഏവരുടെയും മനസ്സ് കീഴടക്കുകയാണ് സൂര്യകാന്തിത്തോട്ടവും അത് പരിപാലിക്കുന്ന ഇവിടുത്തെ അധ്യാപകരും. ക്യാമറമാൻ അഖിലേഷ് കുടുംബോടൊപ്പം സുജു ടി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.